എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സ്പീഡ് മാത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. നെക്സ്റ്റ് വൺ, റെയിൽവേ സ്റ്റേഷൻ. അബു ബോർഡഡ് എ ബസ് അറ്റ് 7 in the morning. Usually the bus travels 30 km/h on average to reach the railway station at 11. But since it was raining, the bus could run only 20 km/h on average. Abu got down from the bus at 9, got a car and reached the station at 11 itself. What was the average speed of the car? എന്താണ് പറഞ്ഞിരിക്കുന്നത്? അബു 7 മണിക്ക് തന്നെ ബസ്സിൽ കയറി. യൂഷ്വലി ഈ ബസ് 30 km/h സ്പീഡിൽ സഞ്ചരിക്കാറുള്ളതാണ്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ 11 മണിക്ക് എത്താറുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുക നോക്കണം. 7 AM കയറിയിട്ട് 11 മണിക്ക് എത്താറുണ്ട് എന്ന് പറയുമ്പോൾ എത്ര സമയം കൊണ്ടാണ് അബു ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്? 4 മണിക്കൂർ കൊണ്ട് അല്ലേ? അപ്പൊ ടൈം നമുക്ക് കിട്ടി 4 hours. ഇനി എത്രയാണ് ഡിസ്റ്റൻസ്? 30 km/h സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴാണ് 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുക എന്ന് പറയുന്നു. അപ്പൊ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 30 km/h. എങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 30 × 4 ഈക്വൽസ് 120 കിലോമീറ്റർ ആണ് അബുവിന് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ട ദൂരം. അബുവിന്റെ വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് 120 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ യൂഷ്വലി ബസ്സിൽ പോകുമ്പോൾ 7 മണിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11 മണിക്ക് അവിടെ എത്താറുണ്ട്. 30 km/h സ്പീഡിലാണ് ബസ് പോകാറുള്ളത്. പക്ഷെ മഴ പെയ്യുന്ന കാരണം വെറും 20 km/h സ്പീഡിൽ മാത്രമേ യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അബു എന്താ ചെയ്തേ? 9 മണിയായപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അബു എവിടെ വരെ എത്തി? ഇതൊക്കെ ചിന്തിക്കണം. അബു 7 മണിക്ക് തന്നെയാണ് സാധാരണ കയറാറുള്ള പോലെ 7 മണിക്ക് കയറി. പക്ഷെ ബസ് 20 km/h സ്പീഡിലേ പോയുള്ളൂ. എന്നിട്ട് 9 മണിക്ക് എത്തിയോടത്ത് വെച്ചിട്ട് അബു ബസ്സിൽ നിന്ന് ഇറങ്ങി. അബുവിന് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ സമയത്തിന് എത്തില്ല, ട്രെയിൻ കിട്ടില്ല. അതുകൊണ്ട് അബു എന്ത് ചെയ്തു? 9 മണിയായപ്പോൾ കിട്ടിയ സ്റ്റോപ്പിൽ, അവിടെ ഏത് സ്റ്റോപ്പിലാണോ എത്തിയത് അവിടെ ഇറങ്ങി. അപ്പൊ 7 മണി തൊട്ട് 9 മണി വരെ എന്ന് പറയുമ്പോൾ 2 hours അല്ലെ? യെസ്, 2 hours. 2 hours ആണ് പുതിയ ടൈം എന്ന് പറയുന്നത്. പുതിയ ടൈം എന്ന് പറയുന്നത് 2 hours. പുതിയ ടൈം അല്ല. അബു അന്നത്തെ ദിവസം ആ പെർട്ടിക്കുലർ ഡേയില് റെയിനി ഡേ ആയിരുന്നു. 2 hours കൊണ്ട് എത്ര ദൂരം എത്തിണ്ടാവും? ആ സമയത്ത് സ്പീഡ് എന്ന് പറയുന്നത് 20 km/h ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര ദൂരം? മൊത്തം 120 കിലോമീറ്റർ ആണ് അബുവിന് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 120 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അപ്പോ ഈ 2 മണിക്കൂർ കൊണ്ട് അബു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടൈം ഇൻറ്റു സ്പീഡ്. അപ്പൊ 40 കിലോമീറ്റർ മാത്രമാണ് എത്തിയത്. അപ്പോ ഇനി അബുവിന് എത്ര ദൂരം കൂടി ഉണ്ട് ഇനി യാത്ര ചെയ്യാൻ? 120 ആണ് മൊത്തം ഉള്ളത്. അതിൽ 40 മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി 80 കിലോമീറ്റേഴ്സ് കൂടി അബുവിന് ഇനി യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അബു എന്താ ചെയ്തത്? ഒരു വേഗം തന്നെ ഒരു ടാക്സി പിടിച്ചു അല്ലേ? അബു got a car and reached the station at 11 itself. 11 മണിക്ക് തന്നെ എത്തി. കാർ പിടിച്ചിട്ട് പോയി. അപ്പോൾ വാട്ട് വാസ് ദ ആവറേജ് സ്പീഡ് ഓഫ് കാർ? കാറിന്റെ സ്പീഡാണ് അറിയേണ്ടത്. അപ്പൊ ഇനി 80 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് കൂടിയാണ് അബുവിന് ട്രാവൽ ചെയ്യാനുള്ളത്. അപ്പൊ കാറിൽ കയറി 11 o'clock തന്നെ അവിടെ എത്തി. അപ്പൊ എത്ര മണിക്കാണ്? 9 മണിക്കാണ് അവിടെ ഇറങ്ങിയിട്ട് കാറിൽ കയറിയിട്ടുള്ളത്. അപ്പൊ 9 മണിക്ക് തൊട്ട് 11 മണിക്ക് അവിടെ എത്തി എന്ന് പറയുമ്പോ എത്ര സമയം കൊണ്ട് എത്തി? 2 hours കൊണ്ട് ആണ് കാറ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഡിസ്റ്റൻസ് എത്രയാണ്? 80 കിലോമീറ്റർ ദൂരമാണ് 2 മണിക്കൂർ കൊണ്ട് കാർ എത്തിയത്. അപ്പൊ കാറിന്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പൊ 80/2 എന്ന് പറയുമ്പോൾ 40 km/h. കണ്ടില്ലേ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തുട്ടൊക്കെയാണ് ഈ കാണിച്ചു വെച്ചേണ്ടത്. പക്ഷെ നമുക്കതുപോലെ ചെയ്ത് വരുമ്പോൾ ഒരു കുഴപ്പമില്ല. ഈ 3 കാര്യങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും 3 കാര്യങ്ങളേ ഉള്ളൂ ഈ ലെസണിൽ മൊത്തം.
അത് പല തരത്തിൽ നമ്മളെ കുഴപ്പിക്കാൻ, പല തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് തന്നോണ്ട് മാത്രം നമ്മുടെ ബുദ്ധി ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ സെന്റൻസ് വായിച്ച് നോക്കുക, ആ കിട്ടിയ ക്ലൂവിൽ നമ്മൾ കണ്ടുപിടിച്ച് ലാസ്റ്റ് നമ്മൾ ആൻസറിലേക്ക് എത്തും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആവറേജ് ഓഫ് സ്പീഡ്സ് ആൻഡ് ആവറേജ് സ്പീഡ്. ആവറേജ് ഓഫ് സ്പീഡ്സ് ആൻഡ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ ഒരു കുറച്ച് ദൂരം, ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ നമ്മൾ പോവുകയാണെങ്കിൽ ആ 10 കിലോമീറ്ററും നമ്മൾ ഏത് വാഹനത്തിലാണോ സഞ്ചരിക്കുന്നത് ആ വാഹനം ഒരേ സ്പീഡിലായിരിക്കില്ലേ പോവുക അല്ലേ? പല സമയത്തും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ 10 കിലോമീറ്റർ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ സഞ്ചരിച്ച ആ പല പല സ്പീഡുകളുടെ ആവറേജ് സ്പീഡാണ് നമ്മൾ എപ്പോഴും പറയുക. അല്ലാണ്ട് കൃത്യമായിട്ട് ഇന്ന സ്പീഡിലാണ് ഞങ്ങൾ ഇവിടെ തൊട്ട് തിരുവനന്തപുരം വരെ പോയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആവറേജ് സ്പീഡ് ഇത്രയും പോയി എന്ന് പറയാം അല്ലേ? അതാണ് ആവറേജ് സ്പീഡ്. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഇനി അത് പോലെയല്ല ആവറേജ് ഓഫ് സ്പീഡ്സ്. അതായത് ഇപ്പം ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ കാറിൽ 60 കിലോമീറ്റർ ആവറേജ് സ്പീഡിൽ പോയി. അവിടെ നിന്ന് ട്രെയിനിൽ കയറിയിട്ട് പിന്നെ കുറേ ദൂരം ഒരു 50 കിലോമീറ്റർ ഞാൻ 80 കിലോമീറ്റർ പെർ സ്പീഡിൽ പോയി, ആവറേജ് സ്പീഡിൽ. അങ്ങനെ പറയുമ്പോൾ മൊത്തം 2 സ്പീഡിൻ്റെയും കൂടി ആവറേജ് എന്താണ്? അതായത് കാറിൽ സഞ്ചരിച്ചതിൻ്റെയും ട്രെയിനിൽ സഞ്ചരിച്ചതിൻ്റെയും കൂടിയുള്ള ആവറേജ് ഓഫ് സ്പീഡ്സ്. അതാണ് ആവറേജ് ഓഫ് സ്പീഡ്സ്. മനസ്സിലായി? 2 വ്യത്യാസമുണ്ട്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ആവറേജ് ഓഫ് സ്പീഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ പല പല സ്പീഡുകൾ തരും, അതിൻ്റെ ആവറേജ്. ആ മൊത്തം നമ്മുടെ യാത്രയുടെ എന്ന് പറയുമ്പോൾ പല പല വാഹനങ്ങളിലായിരിക്കും നമ്മൾ പല പല ആവറേജ് സ്പീഡിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും. ആ ആവറേജ് സ്പീഡുകളുടെ ഒക്കെ കൂടിയിട്ടുള്ള മൊത്തത്തിലുള്ള മൊത്തം നമ്മുടെ ആ യാത്രയുടെ ആവറേജ് സ്പീഡ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്കിനി നോക്കാം. A vehicle did the first 120 kilometers of a trip at an average speed of 30 km/h. ഒരു വണ്ടി അതിൻ്റെ ഫസ്റ്റ് 120 കിലോമീറ്റർ അത് ഒരു 30 km/h ആവറേജ് സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് 120 കിലോമീറ്റർ അറ്റ് 20 km/h അടുത്ത 120 കിലോമീറ്റർ സഞ്ചരിച്ചത്. വാട്ട് ഈസ് ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ട്രിപ്പ്? അപ്പോൾ 240 കിലോമീറ്റർ ദൂരമുള്ള ഒരു വലിയ യാത്രയാണ് പോകുന്നത് ഈ വണ്ടി. ഒരു പർട്ടിക്കുലർ വെഹിക്കിൾ ഏതാണെന്ന് പറയില്ല. അത് പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഹാഫ്, അതായത് മൊത്തം 240 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ നിന്ന് അവർ എങ്ങോട്ടോ പോകുന്നു. അതിൻ്റെ പകുതി ദൂരം വരെ, അതായത് ഫസ്റ്റ് 120 കിലോമീറ്റർ ആ വാഹനത്തിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 30 km/h ആയിരുന്നു. മനസ്സിലായില്ലേ? അത് ആവറേജ് സ്പീഡാണ് പറയുന്നത്. അല്ലാണ്ട് ഈ 120 കിലോമീറ്റർ കൃത്യം 30 കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരുന്നത് എന്നല്ല. പല പല വേഗതയിൽ പോയിട്ടുണ്ടാവും. അതിൻ്റെ മൊത്തത്തിലുള്ള ആവറേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് 120 കിലോമീറ്ററിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 30 km/h ആണ്. അപ്പോൾ ഫസ്റ്റ് 120 കിലോമീറ്റർ ദൂരം പോയത്. അപ്പോൾ ഇത് നമ്മുടെ ആവറേജ് സ്പീഡാണ്, ഫസ്റ്റ് ആവറേജ് സ്പീഡാണ്. ഈ ദൂരം ഈ ആവറേജ് സ്പീഡിൽ പോയത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 120 കിലോമീറ്റർ. ഇത്രയും ദൂരം പോയി. ഇനി സെക്കൻഡ് ഹാഫിൽ നെക്സ്റ്റ് 120 കിലോമീറ്റർ ആ വെഹിക്കിൾ പോയ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 20 km/h ആയിരുന്നു. 120 കിലോമീറ്റർ തന്നെയാണ് ദൂരം. എങ്കിൽ മൊത്തം യാത്ര ഈ 240 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മൊത്തം എൻറ്റയർ ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ആവറേജ് സ്പീഡ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആവറേജ് കാണാൻ പഠിച്ചിട്ടുള്ളത്? കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ ഒരു 5 കുട്ടികളുടെ മാർക്ക് തന്നു. 5 കുട്ടികളുടെ മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക? ആ 5 മാർക്കുകളും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6 പേരുടെ മാർക്കുകൾ ഉണ്ടെങ്കിലോ ആ 6 മാർക്കുകൾ കൂടി ഡിവൈഡ് ചെയ്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് എത്രയാണ് നമ്പർ നമ്മൾ ആഡ് ചെയ്തത് ആ നമ്പർ വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇതിപ്പോൾ 2 ആവറേജ് സ്പീഡുകൾ തന്നിട്ടുണ്ട്.
ഈ രണ്ട് ആവറേജ് സ്പീഡുകൾ തന്നിട്ട് ഇതിന്റെ ആവറേജ് സ്പീഡാണ് കാണാൻ പറയുന്നത്. ഈ രണ്ടിന്റെയും കൂടി ചേർന്നിട്ടുള്ള ആവറേജ് സ്പീഡാണ് കാണാൻ പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും അല്ലേ. 30 + 20 ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2. എത്ര എണ്ണം നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ 2 നമ്പേഴ്സ് അല്ലെ, 2 നമ്പറുകളാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 3ഓ 4ഓ സ്പീഡുകൾ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 3 എണ്ണം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 എണ്ണമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ 2 എണ്ണം കൊണ്ട് 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 30 + 20 എന്ന് പറയുമ്പോൾ 50 ബൈ 2 എന്ന് പറയുമ്പോൾ 25 km/h എന്ന് നമുക്ക് ആൻസർ കിട്ടിയ ഇതാണോ ആൻസർ? അപ്പൊ ഇതിങ്ങനെ വേറൊരു തരത്തിലും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതായത് നമ്മൾ ഇതിന്റെ സമയം കണ്ടുപിടിച്ചിട്ട് മൊത്തം ഈ 240 കിലോമീറ്റർ കവർ ചെയ്യാൻ ഈ വണ്ടി എത്ര സമയം എടുത്തു, അത് വെച്ചിട്ട് അതിന്റെ മൊത്തം ആവറേജ് സ്പീഡ് കണക്കാക്കിയാൽ എങ്ങനെയുണ്ടാവും? 25 കിലോമീറ്റർ തന്നെയാണോ കിട്ടുക? അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് നമ്മുടെ ശരിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇനി ആവറേജ് ഓഫ് സ്പീഡ്സ് കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിച്ചാൽ മതി. വളരെ സിമ്പിളാണ് അല്ലേ. ആ സ്പീഡുകൾ എത്ര തന്നിട്ടുണ്ട് അതുകൊണ്ട് കൂട്ടിയിട്ട് എത്ര എണ്ണം കൂട്ടി അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഇത് ചെയ്യുമ്പോഴും ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് മനസ്സിലായിണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് 120 കിലോമീറ്റർ. അപ്പോൾ ഫസ്റ്റ് 120 കിലോമീറ്റർ. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ ആണ്. ഇത്രയും ദൂരം കവർ ചെയ്യാൻ ആ വണ്ടിക്ക് എടുത്ത ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 30 km/h ആണ്. എങ്കിൽ ഈ 120 കിലോമീറ്റർ കവർ ചെയ്യാൻ ഈ വണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാലോ. ടൈം എത്രയാണെന്ന് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 120 ആണ്. ഇതിങ്ങനെ AS DT എന്നൊന്നും നിങ്ങൾ എഴുതരുതട്ടാ. ഞാനിവിടെ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതുന്നു മാത്രം. നിങ്ങൾ മാത്സ് അത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡിസ്റ്റൻസ് എല്ലാതും കൃത്യമായിട്ട് എഴുതിക്കോളൂ. ഓക്കെ, അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുമ്പോൾ 0 പോയി 3 12 4 പ്രാവശ്യം. ദെൻ 4 hours എടുത്തു ടു കവർ ഈ 120 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് 4 hours ആണ് ഈ വണ്ടി എടുത്തത്. ദെൻ ദ നെക്സ്റ്റ് 120 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസും 120 കിലോമീറ്റർ തന്നെയാണ്. ആൻഡ് അവിടെ പക്ഷേ ഏവറേജ് സ്പീഡ് 20 കിലോമീറ്റർ ആയിട്ട് മാറി. എങ്കിൽ ടൈം, അപ്പൊ പിന്നത്തെ 120 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് ഈ വണ്ടിക്ക് എത്ര സമയം വേണ്ടി വന്നു? 120 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുമ്പോൾ 6 ടൈംസ് അല്ലേ. 6 hours ആണ് ഈ അടുത്ത 120 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് ഈ വണ്ടിക്ക് വേണ്ടി വന്നത്. അപ്പൊ മൊത്തം സമയം, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി മൊത്തം 240 കിലോമീറ്റർ ദൂരം, അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 240 കിലോമീറ്റർ ആണ് മൊത്തം അല്ലെ. ഈ മൊത്തം ദൂരത്തിന്റെ സ്പീഡാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ മൊത്തം ദൂരം 240 കിലോമീറ്റർ ആണ്. മൊത്തം സമയം എത്രയാണ്? 6 + 4 അല്ലെ. 240 കിലോമീറ്റർ പോകാനായിട്ട് 10 മണിക്കൂർ മൊത്തം വേണ്ടി വന്നു. എങ്കിൽ ഈ 240 കിലോമീറ്ററിന്റെ സ്പീഡ് എത്രയാണ് നമുക്ക് നോക്കാം. 240 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 24 അല്ലെ. 24 km/h ആണ് വേണ്ടി വന്നത്. നമുക്ക് മറ്റേ ടൈപ്പ് ആവറേജ് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 25 km/h ആയിരുന്നു. ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 24 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റേ രീതി ശരിയല്ല. അപ്പോൾ ആ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 25 തന്നെ കിട്ടിയെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്ക് അത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അത് പറ്റില്ല. ഇതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ ട്രിപ്പിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഒക്കെ ടോട്ടൽ. മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെയും ടോട്ടൽ.
ഡിസ്റ്റൻസ് ആണെങ്കിലും ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കണം, ടൈം ആണെങ്കിലും ടോട്ടൽ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാനെടുത്ത് ആ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ടോട്ടൽ ട്രിപ്പിൻ്റെ ഏവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഇതുവരെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? അപ്പം ഇന്ന് ബാക്കി ഭാഗം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലെടുക്കാം.